ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിലും വെയിൽസിലുമെല്ലാം, അതായത് ഗ്രേറ്റ് ബ്രിട്ടൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട യു കെയിലെ ആൺകുട്ടികൾക്കിടാൻ 2023 ഏറ്റവും അധികം മാതാപിതാക്കൾ തെരഞ്ഞെടുത്ത പേര് മുഹമ്മദ് എന്നാണെന്ന് റിപ്പോർട്ട്. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ, അതായത് ONS കണക്കുകൾ അനുസരിച്ച് 2023 4600 കുട്ടികൾക്കാണ് മുഹമ്മദ് എന്ന പേര് നൽകിയിരിക്കുന്നത്. 2022 500 കൂടുതലാണ് ഇത്. ഇതാദ്യമായിട്ടാണ് ഒരു ഇസ്ലാമിക നാമം ഇതുവരെ മുൻനിരയിലുണ്ടായിരുന്ന നോഹ എന്ന പേരിനെ മറികടക്കുന്നത്. സ്പെല്ലിങ്ങിൽ ചെറിയ വ്യത്യാസങ്ങളോടെ മറ്റു 3069 കുട്ടികൾക്കും മുഹമ്മദ് എന്ന പേര് 2023 നൽകിയിട്ടുണ്ടെന്ന് വിശദമായ കണക്കുകൾ വ്യക്തമാക്കുന്നു. സ്പെല്ലിംഗ് വ്യത്യാസം കണക്കാക്കാതിരുന്നാൽ മൊത്തം 7730 കുട്ടികൾക്ക്, അതായത് 2023 യു കെയിൽ ജനിച്ച ഓരോ 40 കുട്ടികളിലും ഒരാൾക്ക് വീതം മുഹമ്മദ് എന്ന പേര് നൽകിയിട്ടുണ്ട്. അതേസമയം 2023 പിറന്ന 4382 കുട്ടികൾക്ക് മാത്രമാണ് നോഹ എന്ന പേര് നൽകിയിട്ടുള്ളത്. ആൺകുട്ടികളുടെ പേരിൽ മാറ്റമുണ്ടായെങ്കിലും കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഈ വർഷവും ഒലീവിയ എന്ന പേര് തന്നെയാണ് ഏറ്റവും അധികം പെൺകുട്ടികൾക്കും നൽകിയിരിക്കുന്നത്. തുടർച്ചയായ 8ാം വർഷമാണ് ഈ പേര് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അമേലിയ, ഐസ എന്നീ പേരുകളാണ് തൊട്ട് പിന്നിലുള്ളത്. ഓരോ വർഷവും ONS കുട്ടികൾക്ക് നൽകുന്ന പേരിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്യാറുണ്ട്. ജനപ്രീതി കുറയുന്നതിൻ്റെയും കൂടുന്നതിൻ്റെയും പ്രവണതകൾ മനസ്സിലാക്കുന്നതിനായിട്ടാണ് ഇത്. മാർഗോട്ട്, സിലിയൻ തുടങ്ങിയ പേരുകൾ കുട്ടികൾക്ക് നൽകുന്നതും വർദ്ധിച്ചു വരുന്നുണ്ട്. സിനിമകളോടുള്ള അമിത പ്രേമമാണ് ഇത്തരത്തിലെ പേരുകൾക്ക് പുറകിലെന്ന് സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ തിരിച്ചറിയുന്നു. ബാർബിയിലെയും ഓപ്പൻഹൈമറിലെയും കഥാപാത്രങ്ങൾ അത്രയധികം ആളുകളെ ആകർഷിച്ചതുകൊണ്ടാണ് അത് അവതരിപ്പിച്ച നടീനടന്മാരുടെ പേരുകൾക്ക് ഇത്രയധികം ആവശ്യക്കാരുണ്ടായതെന്നും അവർ പറയുന്നു. സിനിമയ്ക്കൊപ്പം തന്നെ TV റിയാലിറ്റി ഷോകളിലെ ചില പേരുകളും ഏറെ പ്രിയങ്കരങ്ങളാകുന്നുണ്ട്. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും മാതാപിതാക്കൾ നവജാത ശിശുക്കൾക്ക് നൽകുന്ന പേരുകളിൽ ഏറ്റവും അധികം പേര് നൽകിയ ആദ്യത്തെ 100 പേരുകളുടെ ലിസ്റ്റിൽ മുഹമ്മദ് എന്ന പേര് ആദ്യമായി ഇടം പിടിക്കുന്നത് 1924 അന്ന് 91ാം സ്ഥാനമായിരുന്നു മുഹമ്മദ് എന്ന പേരിന്. പിന്നീട് അതിൻ്റെ ജനപ്രിയത താഴോട്ട് പോയെങ്കിലും 1960കളിൽ ആ പേര് വീണ്ടും ആദ്യ 100ൽ ഇടം പിടിച്ചു. എന്നാൽ വ്യത്യസ്തമായ സ്പെല്ലിങ്ങുകളാണ് മുഹമ്മദ് എന്ന പേരിന് ആളുകൾ നൽകുന്നത്. അതുകൊണ്ട് ഈ സ്പെല്ലിങ്ങുകളുടെ വ്യത്യാസം കാരണം ഇത് വ്യത്യസ്ത നാമങ്ങളായിട്ടാണ് സർവേ റിപ്പോർട്ടിൽ കണക്കാക്കുന്നത്. എന്നാൽ ഇതെല്ലാം ഒരൊറ്റ ആശയമാണ്, ഒരൊറ്റ നാമമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആൺകുട്ടികളുടെ പേരിൽ ഇത്തവണ വൻ കുതിപ്പ് നടത്തിയത് ലൂക്ക എന്ന പേരാണ്. കഴിഞ്ഞ വർഷം 12ാം സ്ഥാനത്തുണ്ടായിരുന്ന ലൂക്ക ഇത്തവണ 7ാം സ്ഥാനത്തെത്തി. കഴിഞ്ഞ വർഷം 13ാം സ്ഥാനത്തുണ്ടായിരുന്ന ഹെൻറി എന്ന പേരും ഇത്തവണ നില മെച്ചപ്പെടുത്തി 10ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും വലിയ കുതിപ്പുണ്ടായിരുന്നത് ബോധി എന്ന പേരിനാണ്. കഴിഞ്ഞ വർഷം 637ാം സ്ഥാനത്തുണ്ടായിരുന്ന ബോധി എന്ന പേര് ഇത്തവണ 100ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. പെൺകുട്ടികളുടെ പേരുകളിൽ ഒലീവിയ മുന്നേറ്റം തുടരുമ്പോഴും എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 3289 പേർക്ക് ഈ പേര് നൽകിയിരുന്നെങ്കിൽ ഈ വർഷം വെറും 2906 പേർക്ക് മാത്രമാണ് ഈ പേര് നൽകിയിരിക്കുന്നത്. ഏവ എന്ന പേര് 2022 4ാം സ്ഥാനത്ത് നിന്നും 6ാം സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ വില്ലോ എന്ന പേര് ആദ്യമായി ആദ്യ 10ലെത്തി. ഈ പട്ടികയിൽ 9ാം സ്ഥാനത്താണ് ഈ പേരുള്ളത്. ഇതുപോലുള്ള കൗതുകകരമായ വിവരങ്ങൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.